വൈശാഖ മഹോത്സവത്തിൽ അതിപ്രധാനമായ സ്ഥാനമാണ് ആനകൾക്കുള്ളത്. ദേവീ ദേവന്മാരുടെ തിടമ്പേറ്റുന്ന 2 ആനകൾ കൊട്ടിയൂരിലെത്തുന്ന ഭക്ത മനസ്സുകളിൽ നിന്ന് മായില്ല. ഐങ്കരദേവ ഗജാനന 28 നാളുകളിലായാണ് കൊട്ടിയൂരിൽ ഉത്സവ ചടങ്ങുകൾ. അതിൽ 21 നാളുകളിൽ മാത്രമാണ് കൊട്ടിയൂരിൽ ശീവേലിക്ക് ആനകളെ എഴുന്നള്ളിക്കുന്നത്. വളരെയേറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് കൊട്ടിയൂരിലെ ശീവേലിയും ആന എഴുന്നള്ളത്തും. വിനായക തുമ്പമകറ്റണേ ഇമ്പമരുളണേ തുമ്പമകറ്റണേ. ഉച്ചയ്ക്കും രാത്രിയിലും ശീവേലികളുണ്ട്. ഉച്ചയ്ക്ക് 12 പൂജയ്ക്ക് ശേഷമാണ് ഉഷ ശീവേലി. ദേവി ദേവന്മാരുടെ തിടമ്പേറ്റി ആനകൾ തിരുവഞ്ചിറയിൽ 6 പ്രദക്ഷിണം വെക്കും. അത്താഴ പൂജയ്ക്ക് ശേഷം നടക്കുന്ന രാത്രി ശീവേലിക്ക് 12 പ്രദക്ഷിണമാണ് ഉണ്ടാവുക. ശീവേലിക്ക് മുന്നിലായി രാജഭടന്മാരുടെ പ്രതീകമായി പേരിയ നായന്മാർ വാളും പരിചയും പിടിച്ചു നടക്കുന്നു. പുറകിലായി ശംഖ്, വലന്തല, പാണി തുടങ്ങിയ വാദ്യങ്ങൾ. അതിന് പുറകിലായി വിളക്കിന് പുറകിലായി സമുദായി നടക്കും. പിന്നെ പന്തക്കുറ്റിയുമായി പന്തക്കിടാങ്ങൾ. അതിന് പിറകിലായാണ് ദേവിയുടെ ബലിബിംബവുമായി ആന നടക്കുന്നത്. പെരുമാളിൻ്റെ തിടമ്പേറ്റിയ ആനയ്ക്ക് മുന്നിലായി പന്തക്കിടാങ്ങൾ നടക്കും. ദേവിക്ക് മുന്നിൽ നടക്കുന്ന പന്തക്കിടാങ്ങൾ സൂര്യൻ്റെ പ്രതീകവും മഹാദേവൻ്റെ മുന്നിലായി നടക്കുന്ന പന്തക്കിടാങ്ങൾ ചന്ദ്രൻ്റെ പ്രതീകവുമാണെന്നാണ് വിശ്വാസം. ബുദ്ധിക്കും സിദ്ധിക്കും നടുവിൽ വാഴും. ആരാധനാ നാളുകളിൽ പൊന്നിൻ ശിവേലിയാണ്. ആനകൾക്ക് നെറ്റിപ്പട്ടം കെട്ടും. ദേവിയുടെ തിടമ്പേറ്റുന്ന ആനയ്ക്ക് സ്വർണ്ണ നെറ്റിപ്പട്ടവും പെരുമാളിൻ്റെ തിടമ്പേറ്റുന്ന ആനയ്ക്ക് വെള്ളി നെറ്റിപ്പട്ടവും കെട്ടുന്നു. കൂടാതെ പെരുമാളിൻ്റെ സ്വർണ്ണ വെള്ളി ഭണ്ഡാരങ്ങൾ സ്ഥാനികർ എഴുന്നള്ളിക്കുകയും ചെയ്യുന്നു. തെളിഞ്ഞിടണേ ദേവ ചിത്തത്തിലെന്നും തെളിഞ്ഞിടണേ ദേവ അത്തലും ആദിയും തീർത്തിടണേ. കൊട്ടിയൂരിലെ പൊന്നിൻ ശീവേലി അത്യന്തം പ്രൗഢി നിറഞ്ഞ വിശേഷ ചടങ്ങാണ്. വൈശാഖ മഹോത്സവത്തിൽ മകം നാളിൽ ഉച്ച ശീവേലി കഴിഞ്ഞാൽ ആനകൾ വാവലിപ്പുഴ കടക്കും. ആനകൾക്ക് സ്ഥാനികരും ഊരാളന്മാരും സന്നദ്ധ വളണ്ടിയർമാരും ചേർന്ന് ചോറും പഴവും നാളികേരവും വെല്ലവും നൽകുന്നു. വിനായക അതിനുശേഷം കിഴക്കേ നടയിലും പടിഞ്ഞാറേ നടയിലും നമസ്കരിച്ച ശേഷം പുറകോട്ട് നടന്നാണ് ആനകൾ മടങ്ങുക. ഇത് ഭക്തി നിർഭരവും വൈകാര്യവുമായ ചടങ്ങാണ്. ആനകൾ മടങ്ങുന്നതോടെ സ്ത്രീകളും അക്കരെ കൊട്ടിയൂരിൽ നിന്ന് മടങ്ങണം. പിന്നീടുള്ള ദിവസങ്ങളിൽ സ്ഥാനികർ ബലിബിംബങ്ങൾ കയ്യിലെടുത്താണ് എഴുന്നള്ളിക്കുന്നത്. ഗുരുവോളം ഭക്തി തന്നാൽ കുന്നോളം കാരുണ്യം നൽകുമല്ലോ. ഇന്നോളം ചെയ്തൊരു പിഴകൾ പൊറുക്കണേ. ഇന്നോളം ചെയ്തൊരു പിഴകൾ പൊറുക്കണേ. കൊട്ടിയൂർ ദേവസ്വത്തിന് ചന്ദ്രശേഖരൻ എന്ന ആനയുണ്ടായിരുന്നു. ഒരാനയെ മാത്രമായിരുന്നു പുറത്തുനിന്ന് കൊണ്ടുവന്നിരുന്നത്. ചന്ദ്രശേഖരൻ ചരിഞ്ഞതിന് ശേഷം 2 ആനകളെയും വാടകയ്ക്ക് എടുക്കുകയാണ് പതിവ്. വൈശാഖ മഹോത്സവത്തിന് കൊട്ടിയൂരിലെത്തുന്ന ഭക്തജനങ്ങളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒന്നാണ് വെള്ളത്താൽ ചുറ്റപ്പെട്ട തിരുവഞ്ചിറയിലൂടെ ദേവീ ദേവന്മാരെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ചുകൊണ്ടുള്ള ശീവേലി. ഐങ്കരദേവ ഗജാനന
ശങ്കരതനയ വിനായക തുമ്പമകറ്റണേ ഇമ്പമരുളണേ തുമ്പമകറ്റണേ ഇമ്പമരുളണേ. ശിവദാസൻ കരിപ്പാൽ, കണ്ണൂർ മീഡിയ. ശരി പറയും എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്ക്സും ഇന്റീരിയർ വർക്ക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയെന്നാണെങ്കിൽ മോഡുലർ കിച്ചണും ഇന്റീരിയർ വർക്ക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്ക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ,